Hey, hello, welcome back guys. So welcome back to yet another episode of Let's Learn German. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ നെയിം എങ്ങനെയാണ് ജർമ്മനിൽ പറയാനാണ്. ഹൗ ടു സേ ദ നെയിംസ് ഓഫ് അവർ ഫാമിലി മെമ്പേഴ്സ് ഇൻ ജർമ്മൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ, നമ്മുടെ അമ്മ, മദറിനെ നമ്മൾ ജർമ്മനിൽ മുട്ടർ എന്നാണ് പറയുന്നത്. മുട്ടർ. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ മൈനെ മുട്ടർ. അത് ഫീമെയിൽ, അതായത് ഫെമിനിൻ ആയതുകൊണ്ടാണ് നമ്മൾ മൈനെ എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, മൈനെ മുട്ടർ, മദർ മുട്ടർ. ഏകദേശം സിമിലർ ആണ് അല്ലേ, ഈസി ആയിട്ട് പഠിക്കാം, സ്പെല്ലിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തതാണ് നമ്മുടെ വീട്ടിലെ സ്ട്രോങ് ആയിട്ടുള്ള ആൾ, നമ്മുടെ ഫാദർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ. ഫാദറിനെ നമ്മൾ ഫാറ്റർ എന്ന് പറയും. സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം, VATER ആണ്. പക്ഷേ വീന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും സിമിലർ ആണ്, ഫാദർ ഫാറ്റർ. ഓക്കെ, മൈൻ ഫാദർ, എൻ്റെ അച്ഛൻ, മൈൻ ഫാദർ എന്നാണ് പറയുന്നത്, മൈൻ ഫാറ്റർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മൾ ഫെമിനിൻ ആയിരുന്നു പറഞ്ഞ്, അത് മസ്കുലിൻ ആയതുകൊണ്ടാണ് നമ്മൾ മൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു വീട്ടിലെ മകൻ അല്ലെങ്കിൽ മകൾ ആണല്ലോ അടുത്താണ്. അപ്പോൾ സൺ, മകൻ. ഇനി നമ്മൾ സോൺ എന്ന് പറയും. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, SOHN, സോൺ. അപ്പോൾ സൺ, സോൺ, സിമിലർ അല്ലേ. ഇനി മകൾ, ഡോട്ടർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. ഡോട്ടർ ടോക്ടർ. അപ്പോൾ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഏകദേശം സിമിലർ തന്നെയാണ്. ഇനി നമ്മുടെ വീട്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ രണ്ടാൾക്കാരാണ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ അല്ലേ. ഗ്രാൻഡ് ഫാദർ നമ്മൾ ഗ്രോസ് ഫാറ്റർ എന്നും ഗ്രാൻഡ് മദർ നമ്മൾ ഗ്രോസ് മുട്ടർ എന്നും പറയും. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാനുള്ള സിമിലാരിറ്റി, ഫാറ്ററും മുട്ടറും തന്നെയാണ്. പക്ഷേ ഗ്രാൻഡ് എന്നുള്ളതിന് പകരം നമ്മൾ ഗ്രോസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രോസ് ഫാറ്റർ ആൻഡ് ഗ്രോസ് മുട്ടർ, ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി സ്നേഹത്തിൽ ഇവരെ ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ എന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഒപ്പ, ഗ്രാൻഡ് പാ എന്നുള്ളതിന് ഒപ്പ എന്നും ഗ്രാൻഡ് മാ എന്നുള്ളതിന് ഉമ്മ എന്നും വിളിക്കാം. അപ്പോൾ ഒപ്പ ഉമ്മ, കൊള്ളാല്ലേ. അപ്പോൾ ഇതാണ്. ഇനി നമ്മുടെ വീട്ടിൽ അടുത്ത മെയിൻ ആൾക്കാരാണ് ആരൊക്കെ, ആൻറ്റി ആൻഡ് അങ്കിൾ അല്ലേ. ഓണ്ട് ആൻഡ് അങ്കിൾ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഓണ്ട് എന്നുള്ളതിന് ടാൻറ്റെ എന്നാണ് ജർമ്മനിൽ പറയുന്നത്. ഓണ്ട് ടാൻറ്റെ. ഒരു രസമുണ്ടല്ലോ ഇത് കേൾക്കാൻ, ഓണ്ട് ടാൻറ്റെ. ഇനി അടുത്തത് അങ്കിൾ, ഒങ്കിൾ. കുറച്ച് ഏകദേശം സിമിലർ ആണ്, പക്ഷെ സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അങ്കിൾ, ഒങ്കിൾ. ഓക്കെ, ഇനി അടുത്തത് വീട്ടിലെ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. വൈഫിനെ നമ്മൾ ഫ്രാവോ എന്ന് പറയും. മൈനെ ഫ്രാവോ. നേരത്തെ പറഞ്ഞ സെയിം കാരണമാണ് മൈനെ എന്ന് വരാനുള്ള കാരണം. പിന്നെ ഇനി നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ മൻ എന്ന് പറയും. MANN, മൻ, എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ, സിമ്പിൾ അല്ലേ, ഈസി ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും തന്നെ സിമിലർ ആണ്, സ്പെല്ലിങ്സിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇനി എന്തെങ്കിലും വീഡിയോസിൻ്റെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. See you guys in the next video. Bye bye.